വ്ളോഗ്സ് ബൈ സിന്ധുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇടുക്കി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഗ്രൗണ്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇടുക്കിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യമുള്ള ആകെ ഒരു ഗ്രൗണ്ട്, ഒരേ ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. കുറവിനും കുറத்தைയും ഒത്തുചേർന്നിരിക്കുന്ന മലനിരകൾക്കിടയിൽ ഇടുക്കിയുടെ ആർച്ച് കെട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ ഗ്രൗണ്ടില്ലേ, ഈ ഗ്രൗണ്ടിലൂടെയാണ് പെരിയാറ് ഒഴുകിയിരുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിലൂടെ ഇതുവഴി ഇങ്ങനെ പരന്നൊഴുകിയിരുന്നതാണ് പെരിയാറ്. അപ്പോൾ ഈ പെരിയാറിനെ പിടിച്ച് കെട്ടിയാണ് ഇവിടെ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ ഇടുക്കിയിൽ കാണാനായിട്ടൊക്കെ സാധിക്കുന്നത്. നമ്മൾ ഈ വഴിയെ ഇങ്ങനെ വന്നപ്പോഴേ കേരള വോളിബോൾ അക്കാഡമി എന്നുള്ളൊരു ചെറിയ ബോർഡ് കണ്ടാൽ ഇറങ്ങി വന്നാൽ ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി അതിനായിരുന്നു. അപ്പോൾ ഇവിടെ അവരുടെ ഒരു കവാടം കാണുകയാണ്. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി, ഒരു ചെറിയ വഴിയാണ്, വലിയ റോഡൊന്നും പറയാനൊന്നും പറ്റത്തില്ല, ഒരു മൺ റോഡൊക്കെയാണ്. അപ്പോൾ അതുവഴി നമ്മൾ ഇറങ്ങി ഇങ്ങനെ വന്നപ്പം ഇടുക്കിയുടെ കെട്ട് ആർച്ച് നമ്മൾ ഈ തെങ്ങിനിടയിൽ കൂടെ കാണുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്നു വരുവാണ്. രണ്ട് സൈഡിലും നല്ലോണം കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പം നേരെ നടന്നാൽ മതി കേട്ടോ, ഒത്തിരി ഇറങ്ങുമൊന്നും വേണ്ട. എന്നാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു കലുങ്ക് നമ്മൾ കാണുക. ഇപ്പോൾ ഈ കലുങ്കിൻ്റെ സ്ഥാനത്തുണ്ടല്ലോ, മുമ്പൊക്കെ ഇവിടെ ഒരു തടിപ്പാലമേ കാണുകയുള്ളായിരുന്നു. അത് 2 തെങ്ങും തടിയൊക്കെ ഇട്ടതായിരിക്കും, ചിലപ്പോൾ ഒരു തെങ്ങും തടി. അതിൻ്റെ മുകളിലൂടെ ഒന്ന് നടക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു വോളിബോൾ അക്കാഡമിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തി. 2 ബോർഡൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ബോർഡുകളൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2019 ശ്രീ എം എം മണി സാറ് വൈദ്യുതമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ വോളിബോൾ അക്കാഡമി ഉദ്ഘാടനം ചെയ്തത്. അപ്പം നമുക്കിവിടെയൊക്കെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും ഒരു വലിയ സ്റ്റേഡിയം. വോളിബോൾ കളിക്കാനായിട്ട് കുട്ടികൾക്ക് സൗകര്യത്തിനുള്ള ഒരു സ്റ്റേഡിയമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ കളികളൊക്കെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓഫീസിലോ ഈ സ്ഥലത്തോ ഒന്നും ഈ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട ആരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ആളുകളുണ്ടെന്നാണ് ഞാനിവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പം പറഞ്ഞത്. ഷട്ടർ ഇട്ടേക്കുവാണ്, നമുക്കിതിനകം ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് ഒരിക്കലും ഇത് തുറക്കുന്ന സമയത്ത് നമുക്ക് വന്ന് വീണ്ടും കാണാം. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിൽ ഇതുപോലുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ, കോളേജുകൾ, അക്കാഡമികളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം റോഡിൽ നിന്നൊക്കെ ഒരല്പം മാറിയായിരിക്കും ഉള്ളത്. പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ എല്ലാവർക്കും ഒന്നും അറിയില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാം, എങ്കിലും എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പം കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വീണ്ടും കണ്ടുമുട്ടാം.